ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പേരെ പിക്ക് ചെയ്തിട്ട് ഓൾറെഡി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നെ പിക്ക് ചെയ്യും, അതുകൊണ്ട് നമുക്ക് വേറൊരാൾ പിക്ക് ചെയ്യാൻ പോകണം. ദെൻ അവിടുന്ന് നേരെ അബുദാബിയിലേക്കാണ് പോണത്. അവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാണ്. ഇനി അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം. ഇതാണ് നമ്മുടെ ലഗേജ്. 7 kgs ആണ് വരുന്നത്. ദെൻ ജാക്കറ്റ്, പിന്നെ ഒരു ഷൂസും, പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതിന് നമ്മുടെ ക്യാരി ബാഗിൽ പ്ലേസ് ഇല്ല, അപ്പോൾ വേറെ ആളുടെ പെട്ടിയിൽ വെക്കണം. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ഐറ്റംസ് വരുന്നത്. നമ്മൾ ഓൾറെഡി വണ്ടി താഴെ എത്തിയിട്ടുണ്ട്. നമ്മളിനി നേരെ പോണത് അയിനേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയിനയുടെ ഓഫീസ് DIP ആ ഭാഗത്താണ്. സോ അവൾക്ക് ഇന്ന് ഡ്യൂട്ടിയുള്ള കാരണം 4 മണിയായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് ഫ്ലൈറ്റ് 8:40 അപ്പോൾ 3 hours മുമ്പ് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ഓൺലൈനിൽ ചെയ്ത് വെച്ച കാരണം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ അവിടുന്ന് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ ഇമിഗ്രേഷനിലേക്ക് പോവുക ചെയ്തത്. നമ്മുടെ ചെക്കിങ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളിലേക്ക് എൻ്റർ ആയേക്കാണ്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് എത്തിഹാദാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പിന്നെ അബുദാബിയിൽ നിന്ന് ട്രാവൽ ചെയ്യണത്. നമ്മൾ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഞ്ചിലേക്ക് പോവാണ്. എൻ്റെ കാർഡിന് ലോഞ്ച് ആക്സസ് കിട്ടിയില്ല. സോ ചേട്ടൻ്റെ കാർഡിൽ എന്നെ ഗസ്റ്റായിട്ട് ആഡ് ചെയ്യുക ചെയ്തത്. പിന്നെ ലോഞ്ചിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസ് കുറേ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. തൽക്കാലത്തേക്കൊന്ന് വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിച്ചു. നമുക്ക് ഓൾറെഡി കോള് വന്ന് ലേറ്റായി. സോ വേഗം പോയോണ്ടിരിക്കാം. നമ്പർ 30 ആണ്. നമ്മൾ പക്ഷെ അവിടെ എത്തിയിട്ടില്ല. നമ്മൾ മാക്സിമം സ്പീഡിൽ പോയോണ്ടിരിക്കും, പക്ഷെ എത്തണില്ല. നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഇറങ്ങാനായിട്ട് ചെറുതായിട്ട് ലേറ്റായി. ഫൈനൽ കോള് വന്ന്. There are signs which indicate the direction. Some slight delay due to to Kolkata. Thank you very much.
passengers, and in business, your shoulder strap is located in the top corner of your seat. Put away and window blinds opened. പിന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ ഫുഡ് അവൈലബിൾ ആയിരുന്നു. നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് റൈസ്, ചിക്കൻ കറി, പിന്നെ ഒരു വെജ് കറി, സലാഡ്, പിന്നെ ഒരു പാക്കറ്റ് ബണ്ണ്, പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ. ഇത്ര ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ഉണ്ടായിരുന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ഡെസേർട്ടും കൂടി ഉണ്ടായിരുന്നു. ഡെസേർട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല. കൊൽക്കത്തയിലേക്ക് ഒരു 4 hour ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ ടാബിൽ ലുഡോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ലുഡോ ഒരു 3-4 റൗണ്ടൊക്കെ ഇരുന്ന് കളിച്ചു. എത്തിഹാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമായി. കാരണം ടേക്ക് ഓഫും ലാൻഡിങ്ങും ഭയങ്കര സ്മൂത്തായിരുന്നു. ഞാൻ അധികം ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു ഫ്ലൈറ്റാണ് എത്തിഹാദ്. കാരണം നമുക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ആയില്ല. നല്ല സ്മൂത്തായിരുന്നു ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ. കൊൽക്കത്ത ഇറങ്ങി നമുക്ക് ഇമിഗ്രേഷനും പിന്നെ ലഗേജ് പിക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഇവിടുന്ന് നമുക്ക് മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത് 9:50ക്ക്. നമ്മളിപ്പോൾ കൊൽക്കത്ത എത്തി. ഇമിഗ്രേഷൻ ലഗേജ് പിക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് നാളെ ഏർലി മോർണിംഗ് ഇവിടുന്ന് ഷിലോങ്ങിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. നമ്മൾ പോണത് മേഘാലയയിലേക്കാണ്. അബുദാബിയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് നേരെ ഷിലോങ്, അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. സോ നാളെ മോർണിംഗ് 9:15 ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. 9:15 ഫ്ലൈറ്റ്. നമ്മളൊരു 1 hour അങ്ങോട്ട് ഉള്ളു തോന്നുന്നു. ചേച്ചി ഉണ്ണിയും കൊൽക്കത്തയിൽ നിന്ന് ജോയിൻ ചെയ്യാണ് ചെയ്യുക. കാരണം അവർ വെക്കേഷന് നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ഓൾറെഡി കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു ഫ്രണ്ട് കൊൽക്കത്തയിലുണ്ട്. അപ്പോൾ 2 days മുമ്പ് അവർ കൊൽക്കത്തയിൽ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ആരുടെയും. സോ കുറച്ച് നേരം ചാർജിലിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് ഒരു ടാക്സി വിളിച്ചു. ദെൻ അവിടെ നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 1-2 സ്പോട്ടിലേക്കൊക്കെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഏർലി മോർണിംഗ് ആയ കാരണം ഷോപ്സ് ഒന്നും ഓപ്പൺഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി. ലാസ്റ്റ് വൻ ശോകമായിരുന്നു അവിടെ. കാരണം വൃത്തിയോ എടുപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കോഫിയും ഓംപ്ലേറ്റുമാണ് കഴിച്ചത്. പിന്നെ അധികം നേരം നമ്മളവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലൈറ്റിന് 1 hour മുമ്പാണ് നമുക്ക് ചെക്കിങ് ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ചേച്ചിയും ഉണ്ണിയൊന്നും എയർപോർട്ടിൽ വന്നു. നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഉള്ളിലേക്ക് ഗേറ്റിലേക്ക് പോയോണ്ടിരിക്കും. बैग्स को सामने वाली सीट के नीचे ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. ഇതോടൊരു 1 hour ട്രാവൽ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഷിലോങ് അവിടെ എത്തിയിട്ടാണ്. ഓർക്കം വരുന്നുണ്ട് ഗൈസ്. ഇറങ്ങിയിട്ടില്ല. ചേച്ചി വരുന്നുണ്ട് ഗൈസ്. ആസിഫൊക്കെ ഉണ്ട് ഇനി. കണ്ടു ഗൈസ്.
ഷിലോങ്ങിലെത്തി. എയർപോർട്ടിൽ ജസ്റ്റ് ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഷിലോങ് ടൗണിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾക്ക് പിന്നെ ഷിലോങ്ങിൽ നിന്ന് വണ്ടി എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ 2 2 വീലേഴ്സും കൂടിയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹിമാലയും പിന്നെ ഒരു സ്കൂട്ടി റേവ്. കാർ എടുത്തിട്ടുണ്ടായിരുന്നത് എർട്ടിഗയാണ്. അങ്ങനെ മൊത്തം 3 വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളിവിടെ നേരെ പോണത് ചിറാപുഞ്ചിയിലേക്കാണ്. ചിറാപുഞ്ചിയിലാണ് നമ്മൾ സ്റ്റേ. 4 ഡേയ്സ് നമ്മൾ ചിറാപുഞ്ചിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ട്രാവലിംഗ് വിശേഷങ്ങൾ. ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. This is Meghalaya, guys.